അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനൊരു ട്രിപ്പിലുള്ള രാവിലെ അവിടുന്ന് ട്രിപ്പ് ഗസ്റ്റിനെ പിക്കപ്പ് ആക്കുമ്പോൾ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല, അർജൻറ്റായിരുന്നു. അപ്പോൾ ഒരു ലൊക്കേഷനിലേക്ക് കുറേ അതിൽ തേടിയിട്ടുള്ള പോകാനുണ്ടായിരുന്നു. ഇതിപ്പോൾ 18 എന്തോ പേരുണ്ട് ആ സ്റ്റേൻ്റേത്. അപ്പോൾ മുംബൈ മഹാരാഷ്ട്രൻ്റെ ഗസ്റ്റ് ബാംഗ്ലൂരിലേക്ക് ഡ്രോപ്പ്. അപ്പോൾ ബാംഗ്ലൂരിലേക്ക് ഡ്രോപ്പ് ഞാൻ വന്നിട്ട് ഇപ്പോൾ മൈസൂരിലേക്ക് എത്തി. മൈസൂരിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ലഞ്ചിന് വേണ്ടിയിട്ട് ഒരു റിസർവ് ആക്കിയിട്ടുണ്ടായി, ഒരു ഹോട്ടൽ വേറെ അയച്ചിട്ടുണ്ട്. എന്നിട്ട് പാപ്പ പി എ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ്. അപ്പോൾ അവിടെ റിസർവ് ഒരു ടാബിൽ പോയിട്ട് 1 മണിക്കൂറായി. ഞാൻ അപ്പുറം പോയിട്ടൊരു ഹോട്ടലിൽ ചോറ് കഴിച്ചിട്ട് വന്നിട്ട് പോയി. എനിക്ക് ഒരു വന്നിട്ടില്ല. അപ്പോൾ ഞാൻ മൈസൂരിലുള്ള ഞാൻ വന്നിട്ട് വരുമ്പോൾ അതൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല, വീഡിയോ ഒന്നും എടുത്തിട്ടില്ല വരുമ്പോൾക്ക്. ഈ ഏരിയൻ്റെ പേര് എനിക്ക് മറന്നുപോയി, സോറി. എല്ലാ റെസ്റ്റോറൻറ്റ് ഏരിയ, എല്ലാ VIP റെസ്റ്റോറൻറ്റ് ഇവിടെ എല്ലാം ഉള്ളതെല്ലാം എല്ലാവരും റെസ്റ്റോറൻറ്റ് ഏരിയ. ഇത് സ്കൂൾ എക്സ് ശാംബല ഹെറിറ്റേജ് മൈസൂർ. ഇത് ഹെറിറ്റേജ് ഹോട്ടലാന്ന് കാണുന്നുണ്ട്, സ്കൂൾ നടന്നിട്ടുണ്ട് ഹെറിറ്റേജ്. അപ്പോൾ ഞാൻ വന്ന വണ്ടി ഇറ്റിയോസ് ഇവിടെ സൈഡാക്കി. ഇനി ഇറ്റിയോസ് കുറേ നേരം ഇവിടെ നിന്നിട്ട്. അപ്പോൾ ഇനി നോക്കട്ടെ, ഇനി മൈസൂരിൽ നിന്ന് വരുമ്പോൾ തന്നെ ഞാൻ ബാംഗ്ലൂർ ഡ്രോപ്പായിട്ട് വരുമ്പോൾ തന്നെ ഉത്തരഹള്ളിയിൽ ഡ്രോപ്പ്. ആ ഡ്രോപ്പായിട്ട് വരുമ്പോൾ തന്നെ ബാക്കിയുള്ള കാഴ്ചകൾ ഞാൻ കാണിക്കും. അത്ര വരുന്ന എന്ത് കാഴ്ചകൾ മുന്നൊന്നും കാണിച്ചില്ലല്ലോ, റോഡ് മാത്രം. ഡ്രോപ്പായി കനക്കപ്പുറ ഫ്ലാറ്റിലേക്ക് ഡ്രോപ്പായ ഒരു ഫ്ലാറ്റിലേക്ക് കനക്കപ്പുറ ഡ്രോപ്പായിട്ട് ഇപ്പോൾ പോകുന്നുണ്ട് ഞാൻ. അപ്പോൾ നോക്കാം, റോഡിൽ നൈസ് റോഡല്ല, എക്സ്പ്രസ് പേക്ക് എത്തിയിട്ടായിട്ട് കാണിക്കാം. കനക്കപ്പുറ മെയിൻ റോഡിലെ വരുന്നുണ്ട്. തലകട്ടപ്പുറ മെട്രോ സ്റ്റേഷന്, തലകട്ടപ്പുറ മെട്രോ സ്റ്റേഷൻ്റെ ഇതാ അടിയിൽ വരുന്നുണ്ട്. ഇനി സീതെ നൈസ് റോഡിലേക്ക് കയറും. നൈസ് റോഡിലേക്ക് കയറിയിട്ട് മൈസൂർ റോഡിലേക്ക് കീയും. മൈസൂർ റോഡിലേക്ക് കീഞ്ഞിട്ട് പിന്നെ വീണ്ടും എക്സ്പ്രസ് ഹൈവേയിൽ ഡയറക്റ്റ് മൈസൂർ മടിക്കേരി. MT ഞാൻ ഒറ്റയ്ക്കേ പോകുന്നതല്ലേ. ഇതെല്ലാം അപ്പാർട്ട്മെൻറ്റ് ഏരിയക്ക്. ഞാൻ ഒരു ഫ്ലാറ്റിലേക്കാണ് ഇവിടെ ഡ്രോപ്പ് ആക്കിയത് ഗസ്റ്റിനെ. അവർക്ക് നാളെ ഫ്ലൈറ്റ്, മുംബൈ ഫ്ലൈറ്റ്. മുന്നത്തെ ബാംഗ്ലൂർ ട്രിപ്പിലും അതേപോലെ ഒരു ദിവസം മുമ്പ് ഞാൻ ഡ്രോപ്പാക്കിയിട്ട് പോയി. പിറ്റേ ദിവസം അവർക്ക് ഫ്ലൈറ്റ്. ഓക്കെ ഗൈസ്, ഭയങ്കര തിരക്ക് റോഡ്. വൈകുന്നേരം ഫുള്ള് ട്രാഫിക്. ഓക്കെ ബൈ. ഞങ്ങൾക്ക് നമ്പല റിംഗ് റോഡ് എന്ന് പറയുന്നത് ഈ ബാംഗ്ലൂർക്ക് ചുറ്റുമായിട്ടുള്ള റോഡ്. എന്ത് തിരക്കറിയോ. ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഭയങ്കര തിരക്കാണ് റിംഗ് റോഡ്. ഇത് മൈസൂർ എക്സ്പ്രസ് ഹൈവേ അല്ല, ഇത് തുംകൂർ റോഡ്, ഹൊസൂർ ടു തുംകൂർ. ഞാൻ ഇപ്പോൾ ഉള്ളത് ഹൊസൂർ റോട്ടിൽ, തമിഴ്നാട് നിന്ന് നമ്മുടെ ബാംഗ്ലൂരിലേക്ക് തുംകൂറിലേക്ക് പോകുന്ന റോട്ടിലുള്ള തിരക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക് ഈ റോഡ് തന്നെ. ഇതാണ് ബാംഗ്ലൂർ റിംഗ് റോഡ്. നൈസ് റോഡൊന്നും പറയാൻ, നൈസ് റോഡ് എന്നാ പറയുന്നത് അല്ല. യെസ്, നൈസ് റോഡ് അല്ലേ, റിംഗ് റോഡല്ല, നൈസ് റോഡ്. ബാംഗ്ലൂർ നൈസ് റോഡ്. തലക്ക് കാണുന്ന നൈസ് റോഡ്. ഞാൻ ഇത് മൂന്നാമത്തെ ലെഫ്റ്റിലേക്ക് എടുത്തെങ്കിൽ മൈസൂർ റോഡിലേക്ക് വിടും. മൈസൂർ റോഡിൽ നിന്ന് കുറച്ച് 1 കിലോമീറ്റർ മുമ്പോട്ട് പോയാൽ എക്സ്പ്രസ് ഹൈവേ തുടങ്ങും. എല്ലാം ടോൾ റോഡിൽ തന്നെ വരുന്നുള്ളത്. ഞാൻ ഇപ്പോൾ പോയത് കനക്കപ്പുറ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ റോഡിലേക്ക് കയറാൻ 60
മടിക്കേരി എന്ന് പറഞ്ഞിട്ട് മൈസൂർ റൂട്ടിൽ എക്സ്പ്രസ് ഹൈവേയിൽ ഫസ്റ്റ് ടോള് 150, രണ്ടാമത് എക്സിറ്റിന് 150. വേക്ക് കണക്കപ്പുറ റോഡിലേക്ക് കയറാൻ വേണ്ടിയിട്ട് റൊസൂർ റോഡിലേക്ക് കയറാൻ വേണ്ടിയിട്ട് 65, അവിടെ കിയാന് 65. രണ്ടാമത് ഞാൻ ഇവിടെ നിന്ന് കയറിയത് 65, ഇനി അവിടെ നെക്സ്റ്റ് കീനയും 65 ആയിട്ട് ഇരിക്കണം. ബൈക്ക് 150 മൈസൂർ റോഡിൽ ഫസ്റ്റ് എൻട്രി കൊടുക്കണം. ബൈ ആടുന്ന് എക്സ്പ്രസ് ആയി ഒന്ന് കീമ്പോൾ 150 കൊടുക്കണം. പൈസ എത്ര പോയി? പൈസ 700-800 റുപ്യ ബാംഗ്ലൂർ വരുമ്പോൾ പോയി. ആ ഫാസ്ടാഗ് ഉണ്ടത് കൊണ്ടായി. ഫാസ്ടാഗ് ഇല്ലെങ്കിലോ 1500 റുപ്യ ടോളേ കൊടുക്കണം ബാംഗ്ലൂർ വന്നിട്ട് പോവാൻ. എൻ്റെ ഫാസ്ടാഗ് ഇതാ ഈടെ കയ്യിലാണ് ഉള്ളത്. അപ്പോൾ ഈ ഗ്ലാസ് പൊട്ടിയത് കൊണ്ട് ഫാസ്ടാഗ് ഗ്ലാസ്സിലേക്ക് ഇട്ടിട്ടില്ല. ഈ ഗ്ലാസ് ചെറിയ ക്രാക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഡയറക്റ്റ് മടിക്കേരി. അന്ന് ജിഗണിക്ക് ലോറിയിൽ നമ്മളെ ഇന്ത്യൻ ലോറി, പിന്നെ പാറത്ത്, ദുർഗകൃപ, ഇങ്ങനെ കുറേ ലോറിയിൽ ഇങ്ങനെ വന്നുകൊണ്ടായല്ലേ. പിന്നെ പതിർക്കത്തിൽ സ്വാമിൻ്റെ ഞാനും മുഗർ സിദ്ദീഖും വന്നുകൊണ്ടായി. ഇപ്പോൾ സേക്കാലിൻ്റെ ലോറിയിൽ ഇങ്ങനെ വരുമ്പോൾ ഡയറക്റ്റ് ഈ എപ്പോഴും വരുന്ന ബാംഗ്ലൂർ വരുന്നയും പോകുന്നയും റൂട്ടാണ് ഇത്. ഇപ്പോൾ ആ ലോറി വിട്ടതിന് ശേഷം ഞാൻ ഇതിലെ ഒരു പ്രാവശ്യം ഫാമിലി ആയിട്ട് സ്വന്തം കാറിൽ വന്നിനി. അതിന് ശേഷം ഈ ബാഡിക ടാക്സിയിൽ കയറിയ ടൂറിസ്റ്റ് വണ്ടിയിൽ കയറിയിട്ട് ആദ്യമായിട്ടാണ് ഈ നൈസ് റോഡ് കയറിയത്. ഞാൻ 2-3 കൊല്ലമായി നൈസ് റോഡ് കയറാത്ത. അപ്പോൾ അടിപൊളിയായിട്ട് ഇപ്പോൾ നൈസ് റോഡിൽ വരാനൊരു ഭാഗ്യം കിട്ടി. അങ്ങനെ ഗൈസ് ഞാൻ കുറച്ച് സൈഡാക്കി വണ്ടി. വെറുതെ കുറേ നേരം ലോട്ട് അത് ഡ്രോപ്പായിട്ട് സീത വന്നതിൻ്റെ. അപ്പോൾ ഒരു 10 മിനിറ്റ് ഞാൻ ഓഫാക്കിയിട്ട് വെക്കാമെന്ന്. ഇതാണ് ഞാൻ വന്ന വണ്ടി. ഒരു 10 മിനിറ്റ് വണ്ടി ഓഫാക്കിയിട്ട് നിർത്താന്ന് പറഞ്ഞിട്ട് ഞാൻ എക്സ്പ്രസ് ഹൈവേക്ക് കയറി. ഇനി ഡയറക്റ്റ് മൈസൂർ സ്റ്റോപ്പ്. empty ആയിട്ട് പോകുന്നതല്ല. മൈസൂറിന് പിക്കപ്പ് മിറ്റുണ്ടെങ്കിൽ എടുക്കും കോൾ വന്നെങ്കിൽ. മൈസൂർ എത്തി. മൈസൂരിലൊക്കെ ഇനി ഒരു 15 കിലോമീറ്റർ പോയാൽ മൈസൂർ